കുംബ്ലയിലെ ഒരേ ഒരു ലോഡ്ജിൽ നിന്ന് ഞാൻ അനന്തപുരി അല്ലെങ്കിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വേണ്ടി രാവിലെ പുറപ്പെട്ടു. കുംബ്ല ബസ് സ്റ്റാൻഡിലേക്കാണ് ഞാൻ പോയത്. അവിടെ നിന്ന് എനിക്കൊരു ബസ് കിട്ടിയിട്ട് നായിക്കാപ്പ് എന്ന സ്ഥലത്തിറങ്ങി. നായിക്കാപ്പ് എന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുത്ത് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഓട്ടോറിക്ഷയിൽ ഒരു 40 രൂപ കൊടുക്കണം. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ അനന്തപുരി എന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടെയാണ് ക്ഷേത്രം. കുറച്ചുള്ളിലേക്ക് തന്നെ പോകണം. നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ കൂടുതലുണ്ട്, വേണമെങ്കിൽ പോകാം. പക്ഷേ നല്ല ഉച്ചയാണ്, നല്ല വെയിലായാലും നമ്മൾ ഓട്ടോ എടുത്ത് തന്നെ പോകും. പിന്നെ അവിടെ എത്തിയിട്ട് തിരിച്ചും ഓട്ടോയിൽ തന്നെ വരേണ്ടി വരും. അത് അവിടെ ഒരു കടയുണ്ട്, കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓട്ടോയിൽ വിളിച്ച് തരും. ആൾക്കാരൊക്കെ നല്ല സാധാരണ ആൾക്കാരാണ്. മീറ്റർ ഇട്ടില്ലെങ്കിലും കറക്റ്റായിട്ടൊക്കെ ചോദിക്കുകയുള്ളൂ. നമുക്കതൊക്കെ നമ്മൾ വടക്കോട്ടൊന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഓട്ടോ പോകുന്നു, ഒരു മനുഷ്യനവിടെ ഇല്ല. കാരണം വളരെ വിജനമായതാണ്. ഒരു കടയുണ്ട് അവിടെ. ഞാനും കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്, 1, 2, 3 പേരൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ദൂരെ കാണുന്ന ഒരു കവാടമാണ് ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. അപ്പോൾ എൻ്റെ ഓട്ടോ അങ്ങ് തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ അവിടെ ഗ്രൗണ്ട് പോലെ ഏരിയ കാണാൻ നോക്കി. ഇവിടെ എന്തോ ചെറിയ മീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. 9 മണിയാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ തന്നെ ഈ അനന്തപുരി എന്നുള്ള സ്ഥലത്തെത്തി. അവിടുത്തെ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇത് പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. നമ്മുടെ അനന്തപുരി എന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരമാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അനന്തപുരത്തിൻ്റെ മൂലസ്ഥാനം ഇവിടെയാണെന്ന് പറഞ്ഞത്. അതായത് കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു അമ്പലമാണ് ആദ്യം ഈ മഹാവിഷ്ണു അല്ലെങ്കിൽ നാരായണ മൂർത്തി ഇവിടെയാണ് ഇരുന്നതെന്നും ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഈ ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കഥകളൊക്കെ ഉണ്ട്. അതിൽ വില്യമംഗലത്ത് സ്വാമിയാർ എന്ന് പറഞ്ഞ സ്വാമിയാർ ഇവിടെ വന്ന് പൂജ ചെയ്തപ്പോൾ നാരായണ മൂർത്തി അദ്ദേഹത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു കുട്ടിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടി അദ്ദേഹത്തിനോട് കളിക്കുകയും കുറേ കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കുസൃതികൾ സഹിക്കുക വയ്യാതായപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ കുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേഷ്യപ്പെട്ടാൽ ആൾ പോയി കളയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ ആൾ പോയ വഴി ഇത് ഒരു ഗുഹയുണ്ടായെന്നാണ് പറഞ്ഞത്. അതായത് ഈ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തൊരു ഗുഹയുണ്ട്, ആ വഴിക്കാണ് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വഴിക്ക് അന്വേഷിച്ച് വില്ലമംഗൽ സമയം പോയപ്പോൾ ഒരു ഗുഹയുടെ പോയിട്ട് അവിടുത്തെ തെക്കോട്ട് പോയപ്പോൾ കടലെത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നാരായണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഐതിഹ്യം. ഇതൊരു കഥയാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള ആ ഐതിഹ്യത്തെ ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു ക്ഷേത്രമാണ് ഇതാണ് ഏഷ്യയിലെ ഏറ്റവും ആദ്യത്തെ ലേക്ക് ടെമ്പിൾ എന്നൊക്കെ പറയുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് കഥ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ പോയ ഇത് കുംബ്ല എന്ന് വളരെ അടുത്താണ്. കുംബ്ലയിൽ നിന്നൊരു 4-5 കിലോമീറ്റർ ഉള്ളൂ. ഇത് നാൽക്കാപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്നൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ അടുത്താണ്. ഇങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് 40 രൂപ എടുത്താൽ മതി. ഈ കുംബ്ലയെ പറ്റി പറയുമ്പോൾ കുംബ്ലയെന്ന് ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയുകയാണ്. കുംബ്ലയെന്നാണ് 15-16 നൂറ്റാണ്ടിലൊക്കെ മാൽദീവ്സിലേക്കൊക്കെ ഇവിടുന്ന് റൈസ് കയറ്റി അയച്ചു എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓർത്ത് പറഞ്ഞേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതിലേക്ക് വരാം. ഈ അമ്പലത്തിലേക്ക് ഇപ്പോൾ നമുക്ക് കയറിയിട്ട് ഇത് ഈ ഭാഗത്തെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. സോ ഇത് കുറച്ച് ഫേമസ് ആയി. ഇവിടെ ഒരു മുതലുണ്ടായിരുന്നു, ബബിയ എന്ന് പറഞ്ഞൊരു മുതലുണ്ടായിരുന്നു. 75 വയസ്സ് വരെ ജീവിച്ചെന്ന് പറഞ്ഞാൽ ബബിയ എന്ന മുതല ഈ അമ്പലക്കുളത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് തനിയെ പ്രതിഷ്ഠപ്പെട്ടാന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇവിടുത്തെ ബ്രിട്ടീഷുകാരെടുത്ത ഒരു മുതലിനെ വെടിവെച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് ബബിയെ തന്നെ പ്രതിഷ്ഠപ്പെട്ട ഒരു മുതലാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 2022 ബബിയ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് താമസിയാതെ വേറൊരു മുതല തനിയെ പ്രതിഷ്ഠപ്പെട്ടെന്ന് പറഞ്ഞത്. ഒക്കെ മുതലൊക്കെ തനിയെ പ്രതിഷ്ഠപ്പെടുന്നത്. പിന്നെ ആ മുതലൊക്കെ വെയിറ്റേറിനാണെന്നാണ് പറഞ്ഞത്. ബബിയൊക്കെ വെയിറ്റേറിനായിരുന്നു. ആഴ്ചയിൽ 2 നേരം ഇവർ നിവേദ്യം കൊടുക്കും, നിവേദിച്ചോറ് മാത്രം കഴിച്ച് ജീവിച്ച മുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചില വീഡിയോസൊക്കെ കണ്ടറിയാം, മുതല വന്ന് കയറി നമ്മളെ ചില വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു മുതലുണ്ട് ഇവിടെ, എപ്പോഴും മുതലുണ്ടെന്ന് പറയുന്നത്. അത് വെയിറ്റേറിനാണോ അല്ലെന്നുള്ളതൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. കഥകൾ പലതും ഉണ്ടാവും. സോ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കയറി കാണാം. ക്ഷേത്രം രാവിലെ ആയിരുന്നെന്ന് തോന്നുന്നു, അധികം ആൾക്കാരൊന്നുമില്ല. ഒരു 2-3 പാർട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ക്ഷേത്രത്തിലേക്ക് പയ്യെ ഒന്ന് കയറുകയാണ്. നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പുറത്തിപ്പുറത്തായിട്ട് കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു രാവിലത്തെ ആ ഒരു ചെറിയ ചൂടുള്ള വെയിലൊക്കെ അറിയാമല്ലോ, നല്ല രസമാണ്. അപ്പോൾ ഞാൻ എൻട്രൻസിൽ നമ്മൾ ചെരുപ്പ് ഊരി വെക്കണം. ഇവിടെ തൊട്ട് ചെരുപ്പ് ഉള്ളിൽ കയറാൻ പറ്റില്ല. ചെരുപ്പ് അവിടെ ഷൂസ് ഊരി വെച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ഷർട്ടുകൾ ഊരണമെന്ന് പറയുണ്ടായി. അതായത് ഷർട്ട് ഊരാണ്ട് കയറാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് ഊരാണ്ട് പറ്റാത്ത നമ്മൾ ഊരും. പക്ഷേ അത് ഇപ്പോൾ പല ക്ഷേത്രങ്ങളും മാറ്റിയിട്ടുണ്ട്. ഷർട്ട് ഊരുന്ന പണ്ട് ആയുധങ്ങളുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറിയല്ലോ. പക്ഷേ അത് പല സ്ഥലത്തും അവർ മാറ്റിയിട്ടില്ല. ഇത് ഈ കണ്ണൂർ തൊട്ട് മുകളിലേക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ മിക്കപ്പോഴും ഏതാണ്ട് ഇതേ മോഡൽ തന്നെയായിരിക്കും.
പിന്നെ ഇത് കർണാടകത്തിന് സാധനം കൂടെ ഉണ്ട് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ. അത് നമ്മളിപ്പോൾ കർണാടകത്തിന് അടുത്ത് എത്തിയല്ലോ. ഇവിടെ നിന്നിട്ട് നമ്മൾ ഷർട്ട് ഊരി തന്നെയാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ അടിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ആർക്ക് വിൻഡോസൊക്കെ അവിടെ ധാരാളം കണ്ടു. അതായത് ലാറ്ററൽ സ്റ്റോൺ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ആർക്ക് വിൻഡോസ്, ഫുള്ള് ലാറ്ററൽ സ്റ്റോൺ ആയിരിക്കും അവിടെ. അത് നമ്മുടെ കണ്ണൂർ ടു കാസർഗോഡ് പോകുന്ന സ്ഥലത്തേക്ക് പ്രത്യേകത, കാരണം അവിടെ ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ടുള്ള സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്റ്റോണാണ്, അതായത് ചെങ്കല്ല്. കയറി പോകുമ്പോൾ ഒരു പൂജാരി അവിടെ എന്തോ പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറി പോകാം. വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, റെസ്ട്രിക്ഷൻ ഇവിടം വരെ എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കുള്ള ബ്രിഡ്ജിൽ അങ്ങോട്ടേക്ക് എടുക്കാൻ പാടില്ല. സാങ്ക്ടം സാങ്ക്ടോറത്തിലേക്ക് പോകുമ്പോൾ, ശ്രീകോവിലേക്ക് പോകുമ്പോൾ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എടുക്കാം. ഈ ഇങ്ങേരിപ്പോൾ അവിടെ ഒരു മുതല, ഇപ്പോൾ പുതിയ ഒരു കുഞ്ഞ് മുതല വന്നിട്ടുണ്ട്. ആ മുതല അവിടെ കിടക്കണമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നെയാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇത്രയേ ഉള്ളൂ കുളം എന്ന് വെച്ചാൽ ഒരു 300 സ്ക്വയർ ഫീറ്റ് കുളം. ഇന്ന് മൊത്തത്തിലൊരു ഏരിയ 2 ഏക്കറേ ഉള്ളൂ. ഈ അമ്പലിരിക്കുന്ന മൊത്തം പറയുകയാണെങ്കിൽ 2 ഏക്കർ സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ക്യാമറയോ ഒന്നും അലൗഡല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന കുഴപ്പമില്ല, അങ്ങോട്ട് കയറി എടുക്കരുതെന്നാണ് ഇത് പറഞ്ഞത്. ഈ കുളത്തിൽ നിറയെ മീനുണ്ട്. ഈ കാണുന്നതാണ് ഒരു ഗുഹ, വടക്ക് ഭാഗത്ത് ഗുഹ എന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നാരായണ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ ആ ബാലനായിട്ട് ആ വഴിക്കാണ് കടന്നു പോയത്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് വില്യമംഗല സ്വാമിയാർ പോയതും. എന്നിട്ട് കണ്ടെത്തിയെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊരു കഥ. അപ്പോൾ ഈ ലേക്കിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ലേക്ക് ടെമ്പിളാണ് ഈ കാണുന്നത്. അതായത് കുളത്തിന് നടുക്കുള്ള ഒരു ടെമ്പിൾ എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാം. എന്നിട്ട് ഇത് കുളമായാലും തന്നെ വെള്ളം നല്ല വെള്ളമാണോ എന്നറിയില്ല, കാരണം ഇതൊരു സ്റ്റാഗ്നൻ്റ് വാട്ടർ ആണല്ലോ. അപ്പോൾ ഇതിൽ കുളത്തിൽ കുളിക്കാനും പാടില്ല എന്നും പറഞ്ഞ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, അപകടമാണെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് അവിടെ കുഴിയുണ്ട് ഇവിടെ കുഴിയുണ്ട്, പക്ഷേ കുളത്തിൽ കുഴിയുണ്ടെന്ന് നമുക്ക് നീന്തി കയറാമെന്നേ ഉള്ളൂ. പക്ഷേ മുതൽ തന്നെ ആയിരിക്കാമല്ലോ പ്രശ്നം. ഇവിടുത്തെ ഇത് തേക്കാത്ത ഭിത്തിയാണ് നമ്മൾ കണ്ടത്. ഇതാ കാണുന്നതാണ് മുതല. ആ അറ്റത്ത് അങ്ങറ്റത്ത് ആ മുകളിലിരിക്കുന്ന സാധനം കണ്ടില്ലേ, ആ ഒരു അടിയിലായിട്ട് അത് തന്നെ. പിന്നെ ഇത് ഹനുമാൻ്റെ ആണെന്നാണ് ഒരു വിഗ്രഹം നമ്മൾ കണ്ടത്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് നടന്നു പോകാനുള്ളൊരു വഴി ഒട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഷൂസ് ഇടാണ്ട് നടക്കണേ, അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. അതൊക്കെ മാറ്റേണ്ടതാണ്, കാരണം ഈ കല്ലിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ ഷൂസ് ഇടാണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആവശ്യമില്ലാത്തൊരു പവിത്രതയൊക്കെയാണ് അത്. അമ്പലം മാത്രമല്ല, പള്ളിയായാലും ശരി എല്ലായിടത്തും ഇതൊക്കെ എന്ത് ചെയ്യാനാണ്. അപ്പം ഇതിൽ കൂടെ നമ്മളങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഉപാസനാമൂർത്തികളിലായിരിക്കും ചിലപ്പോൾ അവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സംഭവങ്ങളൊക്കെ. പിന്നെ ഇതൊരു ആൽമരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഏതോ ഒരു മരം. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക. എന്തായാലും കുറേ 100-300 വർഷം പഴക്കമുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ഇവർ സിമെൻറ്റ് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ചെറിയൊരു കോൺക്രീറ്റ് PCC ഇട്ടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് നമ്മുടെ നഗ്നമായ പാദങ്ങൾ കൊണ്ട് ചവിട്ടി കല്ലിൻ്റെ മുള്ളിൻ്റെ കൂടെ ചവിട്ടിക്കൊണ്ട് വേണം പോകാൻ. അപ്പം നമ്മൾ അറിയാണ്ട് ദൈവമേ എന്ന് വിളിച്ച് പോകും. അതിനുവേണ്ടിയായിരിക്കും ഒരു ഉദ്ദേശവും. ഇവിടെ നല്ലൊരു പാറയുണ്ട്, ഈ പാറയുടെ അടിയിലും ആണ് കുളം. ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കുളത്തിൽ ഇറങ്ങാൻ പാടില്ല, ഭയങ്കര അവിടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്നുള്ള സൂക്ഷിച്ചുകൂടാ. പിന്നെ ഒരു മിറാക്കിൾ ഹാപ്പൻ ചെയ്താലേ അവിടെ ആൾ കൂടുള്ളൂ, അത് അമ്പലമായാലും പള്ളിയായാലും. അപ്പോൾ എല്ലാവരുടെയും എല്ലാ മതങ്ങളുടെയും ആവശ്യം അവരുടെ സ്ഥാനങ്ങളിൽ എന്തെങ്കിലും മിറാക്കിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ ഊഹിച്ചോളൂ. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ മുതലേനെ കാണാം. ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ കന്നഡ ഭാഷയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു തുളുനാടാണ്, തുളു ഭാഷയിൽ സംസാരിക്കണമെന്ന് കേട്ടെ. അവരുടെ ഭാഷയിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ കാണുന്നതാണ് മുതല, കുഞ്ഞു മുതല കണ്ടില്ലേ, ആ കാണുന്നതാണ് ആ മുതല. ഇതിപ്പോൾ എന്തായാലും ധാരാളം മീനെ കഴിച്ച് പുള്ളിക്ക് വയറൊക്കെ നിറഞ്ഞ് മുകളിൽ കയറി കിടക്കുകയാണ്. ഈ മുതല സാധാരണ കുറച്ച് ഈ കല്ല് വിഴുങ്ങുന്ന പറഞ്ഞത്, കല്ല് വിഴുങ്ങിയിട്ട് അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം കൂടി ഗ്രൈൻഡ് ചെയ്യണത് ഈ കല്ലാണെന്ന് പറഞ്ഞത്. അവർ ആ മാഷത്തിൽ തന്നെ 4 അറയും കണ്ടുണ്ട്. അങ്ങനെ ആ മുതൽ ഈ കല്ലിൽ വന്ന് ഗ്രൈൻഡ് ചെയ്യപ്പെട്ടിട്ടാണ് ആഹാര സാധനം പോണത്. അല്ലാണ്ട് ഇപ്പോൾ ഇവിടുത്തെ നൈവേദ്യച്ചോറ് മാത്രം കഴിച്ച് കഴിഞ്ഞാൽ മുതലൊക്കെ പണ്ടേ എത്തുപോകും. അപ്പോൾ നൈവേദ്യച്ചോറ് 2 നേരം കണ്ട് കൊടുക്കണേ, ഒരാഴ്ചയിൽ 2 നേരം കണ്ടാണ്. അതും കഴിക്കും. അപ്പോൾ അത് കഴിക്കാൻ മീൻ വരും, മീനേയും കഴിക്കും. ഇപ്പോൾ മീൻ കഴിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ തന്നെ ചെരുപ്പൂരുകാരനെ ഇതിൽ കൂടെ നടക്കാൻ വലിയ പാടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോൺക്രീറ്റിൻ്റെ ചെറിയൊരു വഴിത്താരം വെച്ചിട്ടുണ്ടെങ്കിലും കാലിൽ കൊണ്ടുകയറും. പിന്നെ ഇവിടെ ഈ കുളത്തിലിറങ്ങുന്നത് അപകടം ചെയ്തിട്ടുണ്ട്. അപകടത്തിൻ്റെ കാരണം അറിയാലോ, മുതലുണ്ട്. മുതൽ വെയിറ്റേറാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഊഹിക്കാം മുതലെന്തൊരു വെയിറ്റേറാണെന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു മുതല ഇപ്പോൾ വേറൊരു മുതല സ്വാഭാവികമായിട്ട് ഉണ്ടായെന്നാണ് പറഞ്ഞത്. എന്തായാലും കുളത്തിൽ മീനുകൾ ഇഷ്ടംപോലെ ഉണ്ട്. മീനുകൾ മുതല ഭക്ഷിക്കാൻ നമുക്കാർക്കും അറിയില്ല, കാണാനും പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്ന മുതലുടെ പേര് ബബിയ എന്നാണ്. അപ്പോൾ ഈ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ ഒരു കട ഉണ്ടല്ലോ, ആ കടയുടെ പേരും ബബിയ സ്റ്റോഴ്സ് എന്നാണ്. അപ്പോൾ ബബിയ എന്നുള്ള പേര് ആരട്ടെന്നറിയില്ല. ബബിയ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കുഞ്ഞു മുതലയ്ക്ക് ഒരു കൊല്ലം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ കുഞ്ഞു മുതല പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് പേരിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ ഊഹിച്ചോ. എന്തായാലും ഇപ്പോൾ ഒരു മുതലുണ്ട്, കാരണം ഒരു മുതല വന്നിട്ട് പോയിട്ട് പിന്നെ ഒരു മുതലില്ലെങ്കിൽ ശരിയല്ലല്ലോ. എനിവേ ആ കഥ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ചെറിയൊരു നടുമുറ്റമൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ബിൽഡിംഗ് കണ്ടു. ഇതിൽ കൂടെ നമുക്ക് ഇറങ്ങി അങ്ങ് പോവാം.
തടാകത്തിനുള്ളിലേക്ക്. നമ്മളിറങ്ങുന്നതും ആ കുഞ്ഞു മുതൽ ഇങ്ങോട്ട് വരുന്നത് ചിലപ്പോൾ ഒരുമിച്ചായിരിക്കാം. എനിക്ക് ഈ തടാകത്തിലെ വെള്ളം അത്ര നല്ലതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പച്ചയൊക്കെ ഉണ്ട്, പക്ഷേ അത് ഒരു പ്യൂരിറ്റി എനിക്ക് തോന്നുന്നില്ല. നല്ല വെള്ളമൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് കയറുമ്പോൾ ഇതിലൊരു കന്നഡ ശൈലിയും നമ്മുടെ ഒരു കേരള ശൈലിയും കൂടെ കലർന്ന ഒരു ബിൽഡിങ്ങായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം ചിലപ്പോൾ അവിടെ ഈ കടത്തടാകത്തിൽ കൂടെ പോകാൻ വേണ്ടി ആയിരിക്കാം, എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു തുളസിത്തറയുണ്ട്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു ഉപാസനമൂർത്തി ഉണ്ടാവുമായിരിക്കും അവിടെ ആ സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇത് മിസ്റ്റർ ഓഫ് കേരള ആൻഡ് കന്നഡ ടെമ്പിൾ ആർക്കിടെക്ചറാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു കളറും ബാക്കി സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അമ്പലമുണ്ട്, മറ്റേ പകുതി അവരുടെ ഉണ്ട്. എനിവേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അത് നമുക്ക് ഉള്ള പോലെ പറഞ്ഞേ പറ്റൂ. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് ഇത് നടുമുറ്റുള്ള സ്ഥലം കഴിഞ്ഞിട്ട് റൗണ്ട് അടിച്ചിങ്ങനെ തിരിച്ച് പോരാം. അപ്പോൾ ഈ വലതുവശത്തുള്ള ടെമ്പിൾ വ്യൂ ആണ് കാണുന്നത്. ഇവിടേക്ക് ഇങ്ങനെ ചെറിയ സാധനം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്, ചെറിയ കല്ലൊക്കെ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കിന്നറിയില്ല. ചിലപ്പോൾ കാല് മുട്ടാണ്ടിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ കുറച്ച് കമ്പി വളയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. എന്തൊരാണോ എന്തോ നമുക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവിടെ ചിലപ്പോൾ കാല് മുട്ടാണ്ടിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ഇനി അവർക്കത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശം ചിലപ്പോൾ. അപ്പോൾ നല്ല നട്ടുച്ച ആയില്ലെങ്കിലും നല്ല 9 മണി നേരം അത് കഴിഞ്ഞിട്ട് ലാറ്ററൈറ്റ് കുന്നുകളാണ് ഈ കാണുന്നതെല്ലാം. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര ജീവനക്കാർക്ക് മാത്രം പ്രവേശനം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ആരും പ്രവേശിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു ഏരിയ ആണ്, നല്ലൊരു അമ്പലമാണ്. എന്തായാലും ഇതൊരു വെറൈറ്റി അമ്പലം തന്നെയാണ്. നമുക്ക് വരുമ്പോൾ നല്ലൊരു അമ്പലത്തിൽ വന്ന് പോയ ഒരു പ്രതീതിയുണ്ട്. സോ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ വരാമെന്നുള്ള മാപ്പാണ് കാണുന്നത്. ക്ഷേത്രത്തിലിപ്പോൾ ഉത്സവം ഉണ്ടായിരുന്നില്ലേ? ഉത്സവം ഉണ്ടായി. എന്നായിരുന്നു? ഫെബ്രുവരി 26. ഒറ്റ ദിവസത്തേക്കാണോ? ഒറ്റ ദിവസമാണ് ഇപ്പൊ സാമ്പത്തിക കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ കുറച്ച് അമ്പലത്തിന്റെ ചുറ്റുപാട് കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞ ശേഷം 4-5 ദിവസം ഉത്സവം ഉണ്ടാവും ഉണ്ടല്ലേ. ഇപ്പോ ഇതേ ഒരു ആഴ്ചന്റെ ഉള്ളില് മണ്ഡപത്തിന്റെ സൈഡ് കല്ലില് കെട്ടാനുണ്ട്. പിന്നെ ബ്രിഡ്ജ് എടുക്കും, എടുത്തിട്ട് മർക്കിന് ബ്രിഡ്ജ് ആക്കും. അതില് തെപ്പോത്സവാവനുണ്ട്, തോണിയുടെ വലി. അപ്പൊ അതിന് വേണ്ടിട്ട് അതിനെടുത്തിട്ട് പുതിയ ടൈപ്പിന്റെ എഞ്ചിനീയർമാർ വന്നിട്ട് പണിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ആയിട്ട് കലശാട്ടം കഴിഞ്ഞ പിന്നെ ഉത്സവം 3-5 ദിവസമോ അങ്ങനെ സ്ഥിരം ഇതാക്കും. മറ്റേ ഈ ഒരു മുതല ബബിയെ എത്തുകയില്ലേ? ഒരു മുതലുണ്ടായി, അത് പോയി, അത് പ്രായമായിട്ട് പോയി. അത് പോയതിന് ശേഷം 1 വർഷം 1 മാസം ആകുമ്പോഴേക്ക് പിന്നെ ഒരു മുതല കാണാൻ ഇപ്പൊ വേറെ വന്നിട്ടുണ്ട്. ചെറിയ മുതല ഒരു 3 ഫീറ്റ് 3.5 ഫീറ്റിന്റെ ഉള്ളിലുണ്ടാവും. അത് കുളത്തിലിറങ്ങിക്കണം. അപകടമായിരുന്നു ചോദിച്ചേക്കണേ. കുളത്തിൽ ഇറങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ കുളത്തിൽ ചളിയുണ്ട്, ചില സൈഡ് കുഴിയുണ്ട്, പിന്നെ മുതലുണ്ട്. അപ്പൊ ആരും ഇറങ്ങിയിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഓടിക്കൊണ്ട് വരുമ്പോ നിങ്ങളിത് എനിക്ക് അടിക്കാൻ പറഞ്ഞോ നിങ്ങൾ അതിന് റെഡിയാവില്ലേ? അതേപോലെ മുതലക്കും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല സ്ഥലത്ത്. അപ്പൊ ആരും അതിന് ഉണ്ടാക്കിട്ട് കൊടുക്കുന്ന വേണ്ട, ഇറങ്ങേണ്ട ആവശ്യം. ആകെ ഒരു മുതൽ അത് സ്ഥിരം വന്നിട്ട് പടീന്റെ അടുത്ത് വന്ന് കിടക്കുവത് കണ്ടു. അത് അങ്ങനെ ചുറ്റിക്കൊണ്ടുണ്ടാവും. ആൾക്കറിയില്ലെങ്കിൽ ആനപ്പടിന്റെ സൈഡിൽ വന്ന് കിടക്കും. വേറെ അപകടം ഉണ്ടായിട്ടില്ല. മുതലെ കൊണ്ട് എനിക്ക് 10-64 വർഷമായി. ഇതുവരെ ഒരു കുഴപ്പമില്ല. ബബിയെ കൊണ്ടുണ്ടായിട്ടില്ല. ഇപ്പൊ പുതിയ ഇതുമില്ല. അപ്പൊ നിവേദ്യ ചോറായിരിക്കും കഴിക്കുക, അത്രേ കൊടുക്കുള്ളൂ. പിന്നെ മീനുണ്ടാവും അതിന്റെ ഉള്ളിൽ. അതെ അത് കഴിക്കണോ ഇല്ല നമുക്ക് ഉണ്ടാവും, പറയാൻ പറ്റില്ല. പിന്നെ അമ്പലത്തിന്റെ ശിഷ്ടാചാരം അങ്ങനെയല്ലേ, മാംസാഹാരി അവിടെ പാടില്ല. ശരി.